ഒരു കിടിലൻ പായസത്തിന്റെ റെസിപ്പി തന്നെ നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഒരു ബൈറ്റിന്റെ അടുത്ത് നമ്മൾ പിന്നും പിന്നും കുടിക്കും കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. എന്നാൽ പിന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റ് ആയാൽ അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അതൊന്ന് ചെറുതായിട്ട് കളർ മാറാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ എപ്പോൾ ഇടുമ്പോൾ എന്നോട് കളർ മാറലുണ്ട്, പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ആക്കിയില്ല കേട്ടോ. കരിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ശേഷം അതിന്റെ മുന്തിരിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എത്രയാണോ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക കേട്ടോ. കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഇതേപോലെ ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറിയ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഒന്നോ ഒന്നര ക്യാരറ്റും എടുക്കാം കേട്ടോ. നമ്മളെ അളവനുസരിച്ച് എടുക്കാം. എന്നിട്ട് അത് ഈ നെയ്യ് കിടന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചച്ചോയൊക്കെ പോയിട്ട് ആ നെയ്യിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പം നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഈ സെയിം പാനിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കും. ചെറിയ സ്പൂണിൻ്റെ അളവാട്ടോ ഞാൻ പറയുന്നത്, വലിയ സ്പൂണല്ല. എന്നിട്ട് ഇതാ ഞാൻ 1 കപ്പ് സേമിയല്ലേ അതെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 3/4 ലിറ്റർ പാലിന് അളവിനാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 3/4 ലിറ്റർ പാലിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതിൽ കുറച്ചോ കൂടുതലൊക്കെ ആണെങ്കിൽ അളവ് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഈ സേമിയ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് അതും കരിയാണ്ട് നോക്കിയെടുക്കണം കേട്ടോ. അപ്പം ഇത് അതും നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 3/4 ലിറ്റർ പാൽ എന്ന് പറഞ്ഞിട്ടില്ല, 3/4 ലിറ്റർ പാലും ഒരു ഒരു 2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് മാത്രമാണെങ്കിൽ അങ്ങനെ മതി കേട്ടോ. പാലും വെള്ളവും കൂടി കുറച്ച്, ഒരുപാട് പാലും കുറച്ച് വെള്ളം ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതാ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സേമിയ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് അതിന്റെ കളർ നല്ലോണം മാറി വരുമല്ലോ. ഒരു കരിയറുത് അങ്ങനെയല്ല ഇട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നമ്മളെ പാലും കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളം അത്രയും മതിയാകും കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പാലും വെച്ചിട്ട് അങ്ങോട്ട് പോർത്തിട്ടോ. അത് താഴെ മറിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലേ. എന്നിട്ട് അത് നല്ലോണം തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും മിൽക്ക് മേഡും ബാലൻസ് ചെയ്തിട്ട് രണ്ടും ഇടുന്നുണ്ട്, അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര മാത്രമായിട്ട് ഇട്ടിട്ട് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ സേമിയ ഒന്ന് നല്ലോണം കുക്കാവട്ടെ. അപ്പോൾ ഇത് സേമിയ നല്ലോണം കുക്കായിട്ടുണ്ട്. സേമിയ വെന്തുടയരുത്. ആ കടിക്കുന്ന ചെറിയ ആയിട്ടുള്ള അങ്ങനെ തന്നെ വേണം കേട്ടോ. ഒരു വെന്തുടഞ്ഞ ഒരുമാതിരി കഞ്ഞി പോലെ ആയിപ്പോലെ, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ സാബൂൻ അരിയില്ലേ, സാഗോ സീഡ്, അതും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് സാഗോ സീഡില്ല അതാട്ടോ വേവിച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചാൽ, വേവിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ഒരുപാട് എന്താ പറയുക സ്റ്റാർച്ച് ഉണ്ടാകും. അതൊക്കെ പോയിട്ട് അത് നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്തായാലും പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അതും കൂടിയിട്ട് നല്ലപോലെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം ഏലക്കായിൻ്റെ പൊടി, ഏലക്കായും പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. എന്താ പറയുക, ഞാൻ ഈ പായസം ഇതിൻ്റെ മുന്നേ ഒക്കെ ഉണ്ടാക്കലുണ്ട്. അന്നപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേന്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാന്ന്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ അധികം എല്ലാ പരിപാടിക്കും എന്താ പറയുക ഈ സേമിയ പായസം തന്നെയല്ലേ ഉണ്ടാക്കുക. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ തന്നെ അടിപൊളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നാൽ മതി. വേറെ പണികളായിട്ട് ഒന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സ്റ്റെപ്സും പണികളായിട്ട് ഒന്നുമില്ല. ആ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം, അതാണല്ലോ. പക്ഷെ അതൊരു വലിയ പണിയൊന്നുമല്ല, പെട്ടെന്ന് കഴിയും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിട്ട് ഇത്. ഈ ചൂടോടെ ഒരിക്കലും ഇല്ല പായസം നമ്മൾ കുടിക്കാൻ നിൽക്കരുത്. ഒന്നിക്കൽ നമ്മൾ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ തലേ ദിവസം, ഇപ്പം നാളെ നമുക്ക് വേണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ലോണം കുറുകി സെറ്റായിട്ട് വരും കേട്ടോ. ആ സമയം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തിക്കായി
തിക്കായിക്ക് ഉണ്ടാവില്ല, ലൂസായിട്ടൊക്കെ ഉണ്ടാകുക. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയില്ല, ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കഴിച്ചവരൊക്കെ അടിപൊളി ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വട്ടം സേമിയ പായസത്തിൽ നിന്ന് ഒരു വെറൈറ്റി ആവുകയും ചെയ്യും, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി ആയിട്ട് വേഗം വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.